നമസ്കാരം. കേരള ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ പത്മകുമാർ. എന്നോടൊപ്പം ഉള്ളത് VKR മോഹൻ. നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന വിഷയം LDFിൻ്റെ ബോർഡിങ്ങുകളെ കുറിച്ചാണ്. അതായത് കണ്ണേ കരളെ VSA എന്ന് പറയുന്നൊരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു. അച്യുതാനന്ദൻ്റെ കാലത്ത് അദ്ദേഹം വേദികളിലേക്ക് കടന്നു വരുമ്പോൾ ഉറക്കെ ഉയരുന്ന ഒരു ശബ്ദമായിരുന്നു അത്. നമ്മുടെ ഇപ്പോഴും അത് യൂട്യൂബിലൊക്കെ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ദേഹത്തെ രോമം ഇഴിക്കും. അതുപോലെ ഒരു ആവേശം ഉണ്ടായിരുന്നു. LDFകാരിൽ മാത്രമല്ല, ബാക്കി കേൾക്കുന്നവരിൽ എല്ലാവരും ഒരു ആവേശം ഉണ്ടാക്കുന്നവരായിരുന്നു. പക്ഷേ ഇപ്പോൾ കേരളത്തിൽ പാറശാല മുതൽ കാസർഗോഡ് വരെ നിരത്തുകളിൽ വെച്ചിരിക്കുന്ന വലിയ ബോർഡുകളിൽ പിണറായി വിജയൻ എന്ന ഒരാളുടെ മുഖം മാത്രം വെച്ചിരിക്കുന്നു. കഴിഞ്ഞ തവണ LDFിൻ്റെ എല്ലാ നേതാക്കളും ഉണ്ടായിരുന്നു, ഇപ്പോൾ അതില്ല. നേരത്തെ VSന്റെ അന്ത്യത്തോടു കൂടി CPM എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ ആണ് എന്ന് നമ്മളോട് പറഞ്ഞു. അത് നമ്മൾ വിശ്വസിച്ചു. അതുമായിട്ട് അവരുടെ അണികളും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഇപ്പോൾ LDF എന്ന് പറഞ്ഞാൽ ഞാനാണ് എന്ന് പറയുന്നതാണ്. സാർ, ഇത് അമിത ആത്മവിശ്വാസമാണോ, അഹങ്കാരമാണോ? ഇവിടെ പിണറായി വിജയൻ അധികാരം ഏറ്റെടുക്കുമ്പോൾ അല്ലെ CPMന്റെ ലീഡർഷിപ്പ് ഏറ്റെടുക്കുമ്പോൾ ഉണ്ടായിരുന്നൊരു സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട്. ഒന്ന്, BJP വളർന്നു വരുന്നു. നോർത്ത് ഇന്ത്യയിൽ വളർന്നു, പല സ്റ്റേറ്റിലും അധികാരം പിടിക്കുന്നു. കേരളത്തിലും അധികാരം പിടിച്ചേക്കാവുന്ന സ്റ്റേജിലേക്ക് വരുന്നു. അതുപോലെ തന്നെ RSSന്റെ കൈക്കരുത്ത് കേരളത്തിലും പ്രകടിപ്പിക്കാൻ തുടങ്ങുന്നു. ഈ പ്രശ്നത്തെ നേരിടാമെങ്കിൽ, എല്ലാ കമ്മ്യൂണിസ്റ്റുകാരനും ശത്രുവായി കണ്ട BJP RSSനെ നേരിടണമെങ്കിൽ കൈക്കരുത്തിൻ്റെ രാഷ്ട്രീയം പറയുന്ന ഒരു നേതാവിന് അവർക്ക് ആവശ്യമായി, CPMന് ആവശ്യമായി. MP രാഘവൻ ഉണ്ടായിരുന്നു. MP രാഘവൻ ഇവർക്കെതിരായി മറുവശത്തേക്ക് പോയി, അല്ലെ UDFിൻ്റെ കൂടെ പോയി. പിന്നെ അങ്ങനെ കൈക്കരുത്തിൻ്റെ രാഷ്ട്രീയം പറഞ്ഞാൽ, കേരളം മുഴുവൻ പറഞ്ഞാൽ വിലപ്പോകുന്ന ഒരു നേതാവ് ഇല്ലാതെ വന്നപ്പം ശരിക്കും ആ കൈക്കരുത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ശൂന്യതയാണ് പിണറായി വിജയൻ നികത്തിയത്. അവിടെ പിണറായി വിജയൻ നികത്തിയ ശൂന്യത അതാണ്. ആശയപരമായ ശൂന്യതയല്ല, ആദർശപരമായ ശൂന്യതയല്ല. പിണറായി വിജയൻ ആദ്യം വിചാരിച്ചു ഇദ്ദേഹത്തിന് സീറ്റ് കൊടുക്കാതെ, അച്യുതാനന്ദന് സീറ്റ് കൊടുക്കാതെ ഒഴിവാക്കി കഴിഞ്ഞാൽ തൻ്റെ കയ്യിലേക്ക് ലീഡർഷിപ്പ് മുഴുവൻ വരും എന്ന് വിചാരിച്ചപ്പോഴാണ് പിണറായി വിജയനെ ഞെട്ടിച്ചുകൊണ്ട് ഒരു പാതിരാത്രി സ്വപ്നം പോലെ ചെവിയിൽ വന്നേരിച്ചു കണ്ണേ കരളെ VSA എന്ന് പറഞ്ഞ മുദ്രാവാക്യം കേരളത്തിലെ കാസർഗോഡ് ഓട്ടോറിക്ഷ സ്റ്റാൻഡ് തൊട്ട് പാറശാല വരെ, മത്സ്യത്തൊഴിലാളികളുടെ കുടിലുകളിൽ വരെ കണ്ണേ കരളെ VS എന്നുള്ള മുദ്രാവാക്യം മുഴങ്ങാൻ തുടങ്ങി. അപ്പോൾ സ്വാഭാവികമായിട്ടും പിണറായി വിജയൻ സങ്കല്പിച്ചത് VSന്റെ കാലശേഷം പിന്നെ നേതാവ് ഞാനാ, എനിക്ക് അനുകൂലമായി മുദ്രാവാക്യം വരുമെന്ന് ആര് വിചാരിച്ചു? പിണറായി വിജയൻ. അങ്ങനെ ഒരു മൗഢ്യ ധാരണയിലാണ് ഒരു എല്ലാത്തരം കോമാളി വേഷങ്ങളും കെട്ടാൻ തയ്യാറായിട്ട് പിണറായി വന്നത്. ആ കോമാളി വേഷം കെട്ടി പാർട്ടിയെയും കൂടെ കോമാളിയാക്കി. അപ്പോൾ അതിനിടയ്ക്ക് ഏറ്റവും ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിനോ കമ്മ്യൂണിസ്റ്റ് നേതാവിനോ ഇല്ലാത്ത രീതിയിൽ ഒരു വേറൊരു പ്രധാനപ്പെട്ട പ്രശ്നം, അഴിമതി എല്ലാറ്റിനെയും മറയാക്കി ഉപയോഗിക്കാൻ, അല്ലെ എല്ലാ കർമ്മങ്ങളും ചെയ്യാനുള്ള മറയാക്കി അഴിമതിയെ പ്രോത്സാഹിപ്പിക്കാൻ ആർക്ക് പറ്റി? പിണറായി വിജയനെ പറ്റി. അവിടെ തുടങ്ങി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തകർച്ച. ഈ തകർച്ചയിൽ നിന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ രക്ഷിക്കാൻ ആരുണ്ട്? ഇപ്പോൾ ഈ കണ്ണേ കരളെ VS എന്നുള്ള മുദ്രാവാക്യം വളരെ പ്രസക്തമാണ്. ഇന്ന് അങ്ങനെ നിങ്ങൾ ആരെക്കുറിച്ച് വിളിക്കും? MM മണിയൊക്കെ കണ്ട വിളിക്കുമോ? സജി ചെറിയാനെ കണ്ട വിളിക്കുമോ? ആരെ കണ്ട് നിങ്ങൾ കണ്ണേ കരളെ എന്ന് പറഞ്ഞ രീതിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് താരതാരതമ്യം ചെയ്ത, അല്ലെങ്കിൽ എല്ലാ തരത്തിലും ഐഡൻറ്റിഫൈ ചെയ്യപ്പെട്ടൊരു നേതാവിൻ്റെ പേര് പറയുന്നത്? പക്ഷെ അന്ന് ഇദ്ദേഹം പറയാറുണ്ടായിരുന്നു, ഒരു വ്യക്തി അധിഷ്ഠിതമല്ല പാർട്ടിയാണ് വലുത് എന്ന് അദ്ദേഹം പലതവണ അച്യുതാനന്ദനെ ഓർപ്പിക്കുന്നുണ്ടായിരുന്നു. ബക്കറ്റിലെ വെള്ളത്തോട് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അത് അതിനോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമാണ് തിരയുണ്ടാവുക എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ ഒരു ബക്കറ്റിലെ വെള്ളത്തിൻ്റെ കാര്യം ഈ കൂടെ നിൽക്കുന്നവരാരും പറഞ്ഞു കൊടുക്കാറില്ലേ? രാജാവ് നഗ്നനാണ് എന്നുള്ള സത്യം ഈ കൂടെ നിൽക്കുന്നവർ മനഃപൂർവ്വം മറച്ചു വെച്ചിട്ട് അങ്ങ് അണിഞ്ഞിരിക്കുന്നത് ഏറ്റവും രാജകീയമായ വസ്ത്രമാണ് എന്ന് അദ്ദേഹത്തോട് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ടോ? അല്ല, ബക്കറ്റിലെ വെള്ളത്തിൻ്റെ കാര്യം അങ്ങനെ മറന്നുപോയെന്ന് മാത്രമല്ല, ആ പ്രാക്ടീസ് അങ്ങനെ തുടരുകയാണ്. രാജ്യം മുഴുവൻ, സ്റ്റേറ്റ് മുഴുവൻ വലിയ ഭയങ്കര ഹോർഡിങ്ങുകൾ കൊണ്ടുവച്ചിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ആശ്രയം എന്ന് പറയുന്ന രീതിയിലേക്ക് പിണറായി വിജയന്റെ രാഷ്ട്രീയ ബോധ്യങ്ങൾ വളരെ വികലമാക്കപ്പെട്ടിരിക്കുന്നു. അത് കോൺഗ്രസിന്റെ വിജയത്തിന് ഒരു പരിധി വരെ ആ ബോർഡിങ്ങുകൾ ഉപയോഗിക്കപ്പെടുമോ സാർ? ഈ ബോർഡിങ് കാണുമ്പോൾ ഓരോ കോൺഗ്രസ്സുകാരനും വിചാരിക്കും ഞങ്ങളുടെ ഒരു നേതാവ് ഇങ്ങനെ വെക്കുന്നില്ലല്ലോ, ഞങ്ങളെ വെച്ച് കഴിഞ്ഞാൽ 13 പേരുടെ വെക്കണം, കേരളം മുഴുവൻ അതുകൊണ്ട് നിറയും. അതൊരു വശം. പക്ഷെ പല വേദികളിലും പിണറായി എത്തുമ്പോൾ കൂവലുണ്ടാവുകയും പുള്ളി ശകാരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് നല്ല സ്വഭാവമല്ല, ഇത് അനുവർത്തിക്കരുത് എന്ന് പലതവണ അണികളോട് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് സ്വയം മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് കഴിയാത്ത വിധം അദ്ദേഹത്തിന് ബുദ്ധിമാന്ദ്യം സംഭവിച്ചോ? ശരിക്കും അങ്ങനെ ഒരു ബുദ്ധിമാന്ദ്യമുണ്ട്. ഇപ്പോൾ കോട്ടയം സമ്മേളനത്തിൽ വെച്ച് നല്ല മഴയുണ്ട്. അച്യുതാനന്ദൻ്റെ പേര് പറയുമ്പോഴൊക്കെ പ്രവർത്തകർ ആവേശത്തോടെ മുദ്രാവാക്യം വിളിക്കും. ഉടനെ അദ്ദേഹം ഡയസിൽ നിന്ന് കസേരയിൽ നിന്ന് മൈക്കിൻ്റെ മുമ്പിൽ വന്നിട്ട് പറയും, ഇതെന്നാ കബേര ഡാൻസ് അല്ല, DJ പാർട്ടി അല്ല, നിങ്ങൾക്ക് ഡാൻസ് ചെയ്യാൻ വേണ്ടിയല്ലേ നടത്തുന്നത്, പാർട്ടിയുടെ മീറ്റിംഗാണ്, ഇവിടെ പാലിക്കേണ്ട അച്ചടക്കം പാലിക്കണമെന്ന് പ്രവർത്തകരെ ശാസിക്കുകയത്.
ആ ശാസന കേൾക്കുന്നതിന് പകരം ഈ പ്രവർത്തകർ അപ്പം തന്നെ കൂവി വിളിച്ചു. കേട്ട് പരിചയമുണ്ട് പുള്ളിക്ക്. ഈ കൂവി വിളി പിണറായിക്ക് തന്നെ നേരിട്ട് ആദ്യം തന്നെ കേട്ട് പരിചയമുണ്ട്. അച്യുതാനന്ദനായിട്ട് സംസാരിച്ചുള്ളൂ. അപ്പോൾ ഈ അച്യുതാനന്ദനെ നിങ്ങൾക്ക് എതിർക്കാൻ പറ്റുമെങ്കിൽ സംഘടനയുടെ ചട്ടക്കൂട് പറഞ്ഞത്. ഇപ്പോൾ അദ്ദേഹത്തിന് സംഘടനയുടെ ചട്ടക്കൂട് അദ്ദേഹത്തിൻ്റെ തന്നെയാണ്. എന്ത് പറഞ്ഞ് എതിർക്കും? എതിരാളി ഇല്ല. എതിരാളി ഇപ്പോൾ സ്വയം സൃഷ്ടിക്കണം. ആരെ ഇപ്പോൾ എതിരാളി? പിണറായി വിജയൻ തന്നെ എതിരാളി. ഇത് വലിയ മാനസിക സൈക്കോളജിയിലെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. നമുക്കൊരു മോട്ടീവ്. ഇവിടെ ഉണ്ടായിരുന്ന അഴിമതികളിൽ ഏതെങ്കിലും മന്ത്രിയുടെ നേരെ ഒരു അഴിമതി വന്നതായിട്ട് നമ്മുടെ ശ്രദ്ധയിലോ ഓർമ്മയിലോ പെട്ടെന്ന് വരുന്നില്ല. പെട്ടെന്ന് എനിക്ക് ചിലപ്പോൾ ഉണ്ടാവാറില്ല. പക്ഷേ പിണറായി വിജയനെയും പിണറായി വിജയന്റെ മകളെയും സംബന്ധിച്ചാണ് അഴിമതികൾ ആരോപിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പം ആ രീതിയിലും അച്യുതാനന്ദൻ ഈ ജനകീയ സമരങ്ങളിലൂടെ ആർജിച്ച ഒരു വിശ്വാസമുണ്ടല്ലോ, ജനങ്ങളുടെ ഇടയിലേക്ക് ആർജിച്ച, അത് ശരിയായിട്ടും പിണറായി വിജയൻ എന്ന കർക്കശക്കാരന്റെ ആ ഒരു നിലപാടുമായി ഒരിക്കലും ചെയ്യുന്നതല്ല. അത് ജനങ്ങൾക്ക് എത്ര വികസനങ്ങൾ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുള്ള ആളായാലും എത്ര തേനും പാലും ഒഴുക്കിയ ഭരണമായിരുന്നു ഉണ്ടായിരുന്നെങ്കിലും അത് ജനങ്ങളുടെ ഇടയിൽ അത് പ്രതിഫലിക്കില്ല. അച്യുതാനന്ദനെ പോയ ജനകീയനായ ഒരാളെയാണ് CPM-ലെ അണികൾ, ഈ ഇതിനു വേണ്ടി വേർപ്പെടുക്കുന്ന അണികൾ ആഗ്രഹിക്കുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. ഇന്നും അച്യുതാനന്ദനെ തന്നെയാണ് അവരുടെ കണ്ണും കരളും കാതും എല്ലാമായിട്ട് CPM-ലെ അണികൾ അച്യുതാനന്ദനെ കാണുന്നു. കാരണം ഈ അണികളെല്ലാം അവർ ട്രേഡ് യൂണിയനിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും വിദ്യാർത്ഥി സംഘടനയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും DYFI ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും ഇവർക്കെല്ലാം അടിസ്ഥാനപരമായി ചില കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളിൽ വിശ്വാസമുണ്ട്. അത് വളരെ വിലപ്പെട്ടതാണെന്ന് വിശ്വസിക്കുന്നു. പക്ഷേ അത് പിണറായി വിജയൻ അങ്ങനത്തെ മൂല്യങ്ങളിലൊന്നും വിശ്വാസമില്ല എന്നുള്ള തിരിച്ചറിവ് അണികൾക്കുണ്ടായിട്ടുണ്ട്. അതാണ് പ്രശ്നം. കാരണം ഇദ്ദേഹത്തിന്റെ ശൈലി ഇതാണ്. ഇദ്ദേഹം വളർന്നു വന്നതും ഇദ്ദേഹം പാലിച്ചതും ഇദ്ദേഹം രാഷ്ട്രീയത്തിലെടുത്ത നിലപാടുകളും എല്ലാം ഇങ്ങനെ ആയിരുന്നു എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന് VS-നോട് പോലെ ജനകീയനാകാൻ കഴിയാതെ പോകുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. എന്താ സാറിൻ്റെ അഭിപ്രായം? ഇതിൽ താങ്കൾ പറഞ്ഞ താൻപോരിമ അല്ലേ ഉണ്ടാകണം. ജനങ്ങൾക്ക് ഇങ്ങനെയുള്ള പെരുമാറ്റം കാണുമ്പോൾ ഇപ്പോൾ P. ജയരാജൻ അവിടെ ശ്രീകൃഷ്ണ ജയന്തിക്ക് അർജുനൻ്റെ പടമൊക്കെ വെച്ച് ഘോഷയാത്ര നടത്തിയതിന് പിണറായി വിജയൻ തന്നെ അതിൽ പറഞ്ഞത് വിഗ്രഹാരാധന CPM-ന് പാടില്ല, പറ്റില്ല. അത് തന്നെ ഇവിടെ പറയാം. പക്ഷേ ഇവിടെ രണ്ട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് പിണറായി വിജയൻ നേരിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ അദ്ദേഹത്തോട് കൂറുള്ളവരും അടുപ്പുള്ളവരും പറഞ്ഞു മനസ്സിലാക്കണം. അവജ്ഞ, അകൽച്ച, വെറുപ്പ്, ഈ മൂന്ന് ഘട്ടങ്ങളും ഒരു നേതാവും ജനങ്ങളുമായിട്ടുള്ള ഇൻ്ററാക്ഷനിലെ മൂന്ന് ഘട്ടങ്ങളാണ്. അവജ്ഞ, നേതാവ് ഒരു പരിധി കഴിഞ്ഞാൽ ആദ്യം ജനങ്ങൾ അവഗണിക്കുമല്ലേ അവജ്ഞയോടുകൂടി കാണാൻ തുടങ്ങും. അവജ്ഞ, അകൽച്ച, വീണ്ടും അദ്ദേഹത്തെ തുടരാമെങ്കിൽ ജനങ്ങൾ പതുക്കെ അകന്നു. അടുത്ത മൂന്നാമത്തെ ഘട്ടം വെറുപ്പാണ്. ഇപ്പോൾ പിണറായി വിജയൻ എത്തി നിൽക്കുന്ന മൂന്നാമത്തെ ഘട്ടത്തിലാണ്, വെറുപ്പിൻ്റെ ഘട്ടത്തിലാണ് എത്തി നിൽക്കുന്നത്. ആ വെറുപ്പിനെ സ്വീകരിക്കുമോ? പക്ഷേ ഇതാണ് ഈ പിന്നെ ധാരാളം ഞാൻ പറയും ധാരാളം വികസന പ്രവർത്തനങ്ങൾ കടമെടുത്തിട്ടായാലും പിണറായി വിജയൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിനൊക്കെ അപ്പുറത്ത് ഈ സാറ് പറയുന്ന ഒരു കാര്യമുണ്ട്, ജനങ്ങളോട് എങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് ജനങ്ങൾ നോക്കിക്കാണുകയാണ്. അവരുടെ അണികൾ തന്നെ ഒരു ചോദ്യം എന്ന് പറയുമ്പോൾ അത് വീട്ടിൽ പോയി പറഞ്ഞാൽ മതി എന്ന് പറയുന്നത് നിന്റെ തന്തയോട് പോയി പറഞ്ഞാൽ മതി എന്ന് തന്നെയല്ലേ സാറേ എൻ്റെ അർത്ഥം? വീട്ടിലിരിക്കുന്ന ആരാണ്? അച്ഛൻ അല്ലേ അമ്മ അല്ലേ? തന്തയ്ക്ക് വിളി എന്ന് പറയുന്നത് പിണറായി വിജയൻ്റെ ഒരു കുടുംബ ഭാഷയാണ്. ഗ്രാമ്യ ഭാഷ എന്ന കുടുംബ ഭാഷ എന്ന് അങ്ങനെ വേണം പറയാം. ഈ തന്തയ്ക്ക് വിളി നമ്മുടെ മറ്റാരെങ്കിലും വിളിച്ചിട്ടില്ല. രേവന്ത് റെഡ്ഡിയെ വിളിച്ചു, തെലങ്കാന മുഖ്യമന്ത്രിയെ വിളിച്ചു, ഡാഷ് മോനെന്ന് വിളിച്ചു. അപ്പോൾ ഈ ഡാഷ് മോനെന്ന് വിളിക്കുമ്പോഴും പിണറായി വിജയൻ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മൾ അതിഥി ദേവോ ഭവ എന്നും പറഞ്ഞ് ടൂറിസ്റ്റ് മന്ത്രിയുടെ കാറിൽ എഴുത്തുണ്ട്. ആ എഴുത്തും വെച്ചുകൊണ്ട് നടക്കുന്ന മുഖ്യമന്ത്രിയാണ് നമ്മുടെ വീട്ടിൽ അതിഥിയായിട്ട്, നമ്മുടെ നാട്ടിൽ അതിഥിയായിട്ട് വന്ന മറ്റൊരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി. അദ്ദേഹം തമാശ ഒരു സിനിമയിലെ ഡയലോഗ് പറഞ്ഞോളൂ. അതിനെ ഉടനെ വളരെ ഗൗരവത്തിൽ കണ്ട് ഡാഷ് മോനെന്ന് വിളിക്കണമെങ്കിൽ പിണറായി വിജയൻ ആ എഴുതി വെച്ചിരിക്കുന്ന പവിത്രമായ മുദ്രാവാക്യമായിട്ട് അതിദേവോ ഭവ എന്നുള്ള സ്വാഗത വാചകങ്ങളുമായിട്ട് ആ മനുഷ്യന് എന്തുമാത്രം ബന്ധമുണ്ട്. ആദ്യം അയക്കിട്ട് ചപ്പക്കിട്ട് അടി കൊടുക്കേണ്ടത് മറ്റാരുമല്ല, ടൂറിസം വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന അദ്ദേഹത്തിൻ്റെ തന്നെ മരുമകനായ റിയാസ് സാദിഖാണ്. നമ്മൾ കുടുംബകലത്തിലേക്ക് പോകണ്ട. ഈ പോസ്റ്ററുകളിലും പ്രചാരങ്ങളിലും ഒക്കെ ഒരു വ്യക്തിയിലേക്ക് മാത്രമായിട്ട് ഒതുങ്ങുക. അത് പോസ്റ്ററിലായാലും പ്രചാരങ്ങളായാലും ഭരണത്തിലായാലും അതൊരു വ്യക്തിയിലേക്ക് മാത്രം ഒതുങ്ങുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിക്ക്, കമ്മ്യൂണിസ്റ്റ് നയം പിന്തുടരുന്ന ഒരു ആളിന് പറ്റിയ ഒരു കാര്യമാണ്. താങ്കൾ ഭയങ്കര വൈരുദ്ധ്യം പറയും. കമ്മ്യൂണിസ്റ്റ് നയം പിന്തുടരുന്ന പറഞ്ഞാൽ പിന്നെ ചോദ്യങ്ങൾ വരുന്നില്ല. ഞാൻ കമ്മ്യൂണിസ്റ്റ് നയം നല്ല പിന്തുടരുന്നത് നമുക്ക് ഇപ്പോഴും ചിലർ വിശ്വസിക്കുന്നുണ്ട്. അരിവാൾ ചുറ്റിയ നക്ഷത്രം തന്നെയായി ആ ചിഹ്നമുണ്ട്. അത് സംഭവിച്ചു. അതിപ്പോൾ ഉത്തരകൊറിയയിലെ പുള്ളിക്കും ആ ചിഹ്നം കൊണ്ട് നടക്കുന്നത്, മാവോസത്തും പിന്നെ വന്നവർ ആ ചിഹ്നം കൊണ്ട് നടക്കുന്നത്, പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പക്ഷെ അതല്ല, ഈ ചിഹ്നത്തെക്കാളൊക്കെ കൂടുതൽ കമ്മ്യൂണിസ്റ്റ് മൂല്യം ഒരു സ്പിരിറ്റുണ്ട്. അതിപ്പം സാധാരണ മനുഷ്യരിൽ ലോകത്തെ കണ്ട കഷ്ടപ്പാടും ബുദ്ധിമുട്ടും എന്തെന്നറിഞ്ഞ് ഒരു ദിവസമെങ്കിലും ജീവിച്ചവർക്കറിയാം കമ്മ്യൂണിസ്റ്റ് മൂല്യം എന്താണ്.
ആ മൂല്യത്തെ നിഷേധിക്കാൻ പറ്റുന്ന കമ്മ്യൂണിസ്റ്റുകാരാണെന്നുള്ളത്. അവിടെയാണ് പ്രശ്നം. ഇന്ന് പിണറായി വിജയന് നേട്ടത്തിൻ്റെതായി എന്തെങ്കിലും പറയാനുണ്ടോ? കോട്ടങ്ങൾ ഒത്തിരി പറയാനുണ്ട്. എത്ര കോട്ടങ്ങൾ വേണം പറയാൻ. ഇപ്പോൾ കോൺഗ്രസ്സുകാർ പറയാവുന്ന കോട്ടങ്ങളുടെ ഒരു 4 പോലും പറഞ്ഞിട്ടില്ലെന്ന് വിചാരിക്കുന്ന ആളെ ഇപ്പോൾ എത്ര ദിവസമായി ഇത് കേട്ടിട്ടുണ്ടോ? ശബരിമല പ്രശ്നങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈ കൊള്ളയെപ്പറ്റി ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? അതെന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ്? അപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ ഇതിന്റെ ഭാഗമാക്ക ആരുമാകും. നാളെ സതീശന് ഉറപ്പ് കൊടുക്കും. ഇതിന്റെ അന്വേഷണം നടത്തുമെന്നൊരു ഉറപ്പ് പൊതുജനങ്ങൾക്ക് കൊടുക്കണം. സതീശനല്ല മുഖ്യമന്ത്രിയാകുന്ന ആരും. ഉറപ്പ് ഞാൻ പറയുന്നത് രമേശ് ചെന്നിത്തലയാണ് ഈ അന്വേഷണം നടക്കുകയില്ല. ഇപ്പൊ ഞാൻ പറയുന്നു, നമ്മളെന്താ ചർച്ച ചെയ്തതാ. രമേശ് ചെന്നിത്തല പണ്ട് തൊട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ് കുഞ്ഞാലിക്കുട്ടി, രമേശ് ചെന്നിത്തല, പിണറായി വിജയൻ ഒരു ത്രികോണ അടുപ്പിനെ പറ്റി. മാത്രമല്ല ശിവകുമാർ എവിടെയാണ് നിൽക്കുന്നത്? രമേശിന്റെ ഏറ്റവും വലിയ ആളല്ലേ, അല്ലെ വേണുഗോപാലിന്റെ ഏറ്റവും വലിയ ആളല്ലേ? ശബരിമല അന്വേഷണം ശിവകുമാറിനെ മറികടന്നുകൊണ്ട് മുമ്പോട്ട് പോകും. പിണറായി വിജയന്റെ ഏറ്റവും വലിയ ഗ്യാരണ്ടി ആയി ഇപ്പൊ ശിവകുമാർ. ശബരിമല പത്മകുമാറിന് കടകംപള്ളിയുടെ ഒക്കെ ഗ്യാരണ്ടി ശിവകുമാറാണ്. ശിവകുമാറിന് ടിക്കറ്റ് കൊടുക്കുന്നത് രമേശ് ചെന്നിത്തല മത്സരിച്ച് വിടുകയാണ്. അപ്പൊ ഇങ്ങനെ ഒത്തിരി ഘടകങ്ങൾ, ഉന്നതങ്ങളിൽ നടക്കുന്ന കൊടുക്കൽ വാങ്ങലുകളുടെ ബന്ധങ്ങളുണ്ട്. അതിനെ ചെറുക്കാൻ സതീശൻ ഒരു എളിയ ശ്രമം നടത്തി ആത്മാർത്ഥമായിട്ടാണോ നമുക്കറിയത്തില്ല. എന്നാൽ പോലും നമ്മുടെ മുമ്പിൽ, നാട്ടുകാരുടെ മുമ്പിൽ എളിയ ശ്രമം നടത്തിയായിട്ട് കാണാം. അതിനപ്പുറത്തേക്ക് അത് പോകും. അത് ഇനി നമ്മുടെ വരാൻ പോകുന്ന താങ്കൾ ചോദിച്ച ചോദ്യത്തിന്റെ ഏറ്റവും വലിയ അർത്ഥം അതാണ്. അല്ല, ഇപ്പം നമ്മുടെ ഇപ്പം പറയേണ്ടത് വി.ഡി. സതീശൻ സ്വയം ഏറ്റെടുത്തിരിക്കുന്നു. ഇതിനെ തിളക്കമാർന്ന ഒരു വിജയം നൽകി അധികാരത്തിൽ UDF എത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന് പറയുന്നു. ഇപ്പോ പോസ്റ്ററുകളിലും എല്ലാം ഞാനാണ് CPM, ഞാനാണ് LDF, ഞാനാണ് വരാൻ പോകുന്ന മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ എന്നിൽ നോക്കി ഞാനല്ലാതെ ആരുമില്ല നിങ്ങളെ രക്ഷിക്കാൻ എന്ന് പറഞ്ഞ് ബോർഡ് വെച്ച് ഇരിക്കുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം തന്നെയാണ് പറയേണ്ടത്. അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന് പറയേണ്ടി വരുന്നത് പിണറായി വിജയനാണ് പറയേണ്ടി വരുന്നത്. അദ്ദേഹം അങ്ങനെ പറയാൻ തയ്യാറുണ്ടോ? അദ്ദേഹം അങ്ങനെ രാഷ്ട്രീയ വനവാസത്തിന് പോകാൻ തയ്യാറുണ്ടോ? ഇപ്പോൾ ഈ ഇലക്ഷന്റെ റിസൾട്ട് വരാനിരിക്കുന്ന അവസരത്തിൽ അവരെല്ലാം റിസർച്ച് ചെയ്തല്ലോ. ഇപ്പോഴെങ്കിലും അദ്ദേഹം പറയട്ടെ, ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകാൻ തയ്യാറാണെന്ന് പറയുമോ? ആ കൂട്ടത്തിൽ രാഷ്ട്രീയ വനവാസം സെലക്ട് ചെയ്യേണ്ട വേറെ ഉണ്ടായിരുന്നു, രമേശ് ചെന്നിത്തല. 2021 ദയനീയമായി തോറ്റു കഴിഞ്ഞപ്പോൾ ഇന്ന് അതുപോലൊരു വാചകം രമേശ് ചെന്നിത്തല സതീശൻ പറഞ്ഞ പോലെ പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് രമേശ് ചെന്നിത്തല രാഷ്ട്രീയ രംഗത്ത് നമ്മുടെ മുമ്പിൽ കാണില്ലായിരുന്നു. അന്ന് പോവുകയില്ലേ, 2021 പോവുകയില്ലേ. കാരണം എക്സ്ക്യൂസ് കണ്ടെത്താം. കോവിഡ് ആയിരുന്നു, മലമ്പനിയായിരുന്നു, ചിക്കൻ ബോക്സ് ആയിരുന്നു, വാദമായിരുന്നു, തളർവാദമായിരുന്നു, 100 കാര്യങ്ങൾ പറയാം. പക്ഷെ അതിനെയൊക്കെ ഫലപ്രദമായി അതിനെയൊക്കെ നേരിട്ട് അത്തരം പ്രതികൂല സാഹചര്യങ്ങളെ നേരിട്ട് കോൺഗ്രസിനെ ജയിപ്പിക്കുക എന്നുള്ള ഉത്തരവാദിത്തം രമേശ് ചെന്നിത്തലയ്ക്ക് ഉണ്ടായിരുന്നു. അവിടെ പരാജയപ്പെട്ടു. അവിടെയാണ് രമേശ് ചെന്നിത്തല സതീശനും കൂടെ താരതമ്യപ്പെടുത്തുമ്പോൾ രമേശ് പുറകോട്ട് പോകുന്നത്. ഞാൻ ചോദിക്കുന്ന ഒരു കാര്യങ്ങളുണ്ട് സാറേ. പിണറായി വിജയൻ മത്സരിക്കാതെ പുറത്തു നിന്നുകൊണ്ട് ഒരു മെന്ററായിട്ട് ഈ ഇലക്ഷനെ നയിച്ചിരുന്നെങ്കിൽ, ഈ തെരഞ്ഞെടുപ്പിനെ നയിച്ചിരുന്നെങ്കിൽ, LDF നയിച്ചിരുന്നെങ്കിൽ വിജയത്തോട് കുറച്ചുകൂടെ അടുക്കാനോ വിജയിക്കാനോ കഴിയുമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞത് സാർ നിഷേധിക്കുമോ? താങ്കൾ പറഞ്ഞ ഞാൻ നിഷേധിക്കില്ല. പക്ഷേ അതിൻ്റെ കൂടെ ഞാൻ ഒരു കാര്യം കൂടെ കൂടിച്ചേർക്കും. കോൺഗ്രസ്സുകാർ കുറെ കൂടെ തട്ടിപ്പ് പ്രകടനം നടത്താതെ കുറെ കൂടെ കഠിനാധ്വാനം ചെയ്യേണ്ടി വന്നു. കാര്യങ്ങൾ കുറെ ഇപ്പൊ പറയാത്ത കോൺഗ്രസ്സുകാർ പറയാതെ കൊണ്ട് എത്ര കാര്യങ്ങളുണ്ട്. പൂക്കോട് വിറ്റിട്ടുണ്ട്. കാരണം ഇവർക്ക് ഓരോ പ്രസംഗ വേദികളിലും മുഖ്യമന്ത്രിക്കെതിരെയാണ്, പിണറായി വിജയനെതിരെയാണ് കോൺഗ്രസ് ആരോപണം ഉന്നയിക്കുന്നെങ്കിൽ പിണറായി വിജയൻ മാറി നിൽക്കുകയാണെങ്കിൽ ഈ ആരോപണങ്ങളൊക്കെ വെറും എങ്ങും പോകാതെ എങ്ങും എത്താതിരുന്നേനെയും അത് CPM വളരെ ഗുണമായേനെയും. ഞങ്ങൾ നേരത്തെ ഒരു ചർച്ചയിലും ഈ വിഷയം പറഞ്ഞതാണ്. എങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നതെന്നാണ് ഞങ്ങൾ കരുതുന്നത്. ബുദ്ധിപൂർവ്വമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ മാറി നിൽക്കുകയും LDF ഭൂരിപക്ഷം കിട്ടുകയും ചെയ്താൽ അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാകുന്നതിൽ യാതൊരു തടസ്സവും നിയമപരമായിട്ടില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ചെയ്യാതെ ഇരിക്കത്തക്ക വിധത്തിൽ ആർക്കാണ് ഇദ്ദേഹത്തിന് ബുദ്ധി പറഞ്ഞു കൊടുത്തത്? അങ്ങയുടെ ഫോട്ടോ കാണിച്ചാൽ എല്ലാവരും വന്ന് രാവിലെ നിരന്നു നിന്ന് വോട്ട് ചെയ്തു പോകും സാർ. ആസാമിൽ കാണിച്ചവരാണ്. ആസാമിലെ സംഭവം സാർ ഒന്ന് പറയാം. ആസാമിൽ ഞാൻ കേട്ടവരാണ്, നമ്മൾ നേരിട്ട് കണ്ടതല്ല. ആസാമിലെ ഒരു കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി, അദ്ദേഹം മോശക്കാരനല്ല, ആസാമീസ് ഭാഷയിലെ ഏറ്റവും നല്ല പ്രാസംഗികനും കൂടിയായിരുന്നു. തന്റെ യോഗത്തിന് വന്ന 10,000-കണക്കിന് ആൾക്കാർക്ക് എതിർ സ്ഥാനാർത്ഥിയുടെ ഫോട്ടോയാണ് വിതരണം ചെയ്തത്. എതിർ സ്ഥാനാർത്ഥിയുടെ BJP സ്ഥാനാർത്ഥിയുടെ ഫോട്ടോയാണ് വിതരണം ചെയ്തത്. എന്നിട്ട് പ്രസംഗം ഭയങ്കരമായിട്ട് കത്തിക്കേറി. എതിർ സ്ഥാനാർത്ഥി ചെയ്ത എല്ലാ നമ്മുടെ പൂക്കോട് വെറ്ററിനറി കോളേജിലെ പ്രശ്നം, PP ദേവിയുടെ പ്രശ്നം, ആര്യാരാജേന്ദ്രന്റെ പ്രശ്നം, ഇങ്ങനെയുള്ള പല പല ആസാമീസ് കാര്യങ്ങൾ ഇത് നാട്ടുകാരോട് പറഞ്ഞ് നാട്ടുകാർ ഇതിനെ കിട്ടിയ 2 കൊല്ല എന്ന് 2 വീക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ പ്രസംഗം കൺക്ലൂഡ് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ ഫോട്ടോ തന്നിട്ടുണ്ട്. ആ ഫോട്ടോയിൽ നിങ്ങൾക്ക് മൊത്തം വയ്ക്കാം, അഭിവാദ്യം ചെയ്യാം, അല്ലെങ്കിൽ കാൽച്ചോട്ടിലിട്ടിച്ച് കാർക്കിച്ച് തുപ്പി ചവിട്ടി കയറിയിട്ട് പോകാമെന്ന് പറയും. ജനം ആ ഫോട്ടോ മുഴുവൻ ചിഹ്നവർണ്ണമായിട്ട് കയറി കാർക്കിച്ച് തുപ്പി ചവിട്ടി മെതിച്ചിട്ട് പോയി. അതാണ് അവിടെ സംഭവിച്ചത്. പിണറായി വിജയൻ വെച്ചിരിക്കുന്ന ഫ്ലക്സുകൾ എന്ത് സംഭവിക്കുമെന്ന് മെയ് 4 കഴിഞ്ഞ് നോക്കി നമുക്ക് കാണാം. ചിലപ്പോൾ ഒരു പക്ഷേ ഞാൻ പറയുന്ന കാര്യം സാർ എതിർക്കുമായിരിക്കും. പക്ഷെ എന്നാലും ഞാൻ പറയുകയാണ്, ധാരാളം കാര്യങ്ങൾ, വികസനപരമായ കാര്യങ്ങൾ പിണറായി വിജയന്റെ സർക്കാർ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. സാറിന് എതിർപ്പുണ്ടായിരിക്കാം. പക്ഷേ അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നിട്ടും ജനകീയനാകാൻ കഴിഞ്ഞോ? കണ്ണേ കരളെ VSA എന്ന് പറയുന്നത്, കണ്ണേ കരളെ പിണറായി എന്ന് പറയുന്നത് പോലെ
ഒരു മുദ്രാവാക്യം ഒരിടത്തെങ്കിലും മുഴക്കാൻ അദ്ദേഹത്തിന്റെ വളരെ അടുത്ത് നിൽക്കുന്ന അണികൾക്ക് പോലും കഴിയാതെ പോയി എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു വലിയ പരാജയമാണ്. പക്ഷേ ഇദ്ദേഹത്തെ ആരൊക്കെ തെറ്റിദ്ധരിപ്പിച്ച് അങ്ങയുടെ ഫോട്ടോ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും നിരന്ന് വോട്ട് ചെയ്യുമെന്നുള്ള ധാരണ അദ്ദേഹത്തിന് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നു. പരാജയം നേരിടുകയാണെങ്കിൽ വിജയിക്കുമെന്നാണ് CPI-യും CPM-ഉം പറയുന്നത്. ഓക്കെ, അങ്ങനെ ആയിക്കോട്ടെ. അങ്ങനെയാണെങ്കിൽ പരാജയപ്പെടുകയാണെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം അങ്ങ് ഏറ്റെടുക്കേണ്ടി വരും. വിജയിക്കുകയാണെങ്കിലും പിണറായി വിജയൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് മാത്രമാണ് ആ വിജയം ഏറ്റെടുക്കാനും ഞാനാണ് ഈ വിജയത്തിന്റെ ശില്പി എന്ന് ഉറക്കം നെഞ്ചത്ത് കൈവച്ച് തന്നെ പറയാൻ കഴിയും. പക്ഷേ പരാജയപ്പെട്ടാലും ഞാനാണ് ഈ പരാജയ ഉത്തരവാദി എന്ന് പറഞ്ഞ് അങ്ങ് VD സതീശൻ എടുത്തതുപോലെ ഒരു പ്രതിജ്ഞ എടുക്കേണ്ടി വരും. രാഷ്ട്രീയ വനവാസത്തിന് പോവുകയാണ് എന്ന് അങ്ങും പറയേണ്ടി വരും. അവിടെയാണ് ഒരു കൃത്യമായ ഒരു എതിരാളിയുടെ കരുത്ത് കാണിക്കേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പറഞ്ഞോട്ടെ. പിണറായി വിജയൻ അങ്ങനെ വനവാസത്തിന് പോകുന്നുണ്ടെങ്കിൽ മറക്കാതെ ലക്ഷ്മണന് പകരം ഗോവിന്ദനെ കൂടെ ഒന്ന് കൂട്ടാൻ പറഞ്ഞാൽ നന്നായി. അതപ്പോ മറ്റൊരു വിഷയം ഞങ്ങൾ വീണ്ടും കടന്നു വരും. അതുവരെ നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.